എല്ലാവർക്കും നമസ്കാരം. മഹാസ്കന്ദഷഷ്ഠി വ്രതം അതിൻ്റെ എല്ലാ പവിത്രതയോടും കൂടി നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി വ്രതം പൂർത്തിയാക്കുന്നതിന് തൊട്ടു മുൻപായിട്ട് ഈ സ്കന്ദഷഷ്ഠി വ്രതം നോച്ച എല്ലാ അമ്മമാരും എല്ലാ ഭക്ത മനസ്സുകളും സാക്ഷാൽ ദേവസൈന്യാധിപനായ സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സാൽ സ്മരിച്ച് നിറ കണ്ണുകളോടെ പ്രാർത്ഥനകളോടെ നന്ദി പറയുന്ന അസുലഭ മുഹൂർത്തമാണിത്. അതുകൊണ്ട് തന്നെ നാളെ പാരണ വീടേണ്ട സമയം എപ്പോഴാണ്, ഭഗവാന്റെ തിരുക്കല്യാണം എപ്പോഴാണ്, അത് കൂടേണ്ട വിധം എങ്ങനെയാണ്, ഇന്നത്തെ ഷഷ്ഠി വ്രതം അതിന്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുമ്പോൾ പൂർണ്ണമായും വ്രതം കഴിഞ്ഞോ അതോ ഇനി നാളെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം പരിപൂർണമായി വിശദീകരിക്കുന്ന ഒരു വീഡിയോയാണിത്. അതുപോലെ തന്നെ ഭഗവാന്റെ ഈ അനുഗ്രഹീതമായ വ്രതം നോറ്റതുകൊണ്ട്, ഈ സ്കന്ദഷഷ്ഠി വ്രതം നോറ്റതുകൊണ്ട് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. തീർച്ചയായും അമ്മമാരെല്ലാം അത്ര ഭക്തിയോടും ആവേശത്തോടും കൂടിയാണ് ഈ വ്രതം നോറ്റിരുന്നത്. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി എല്ലാം തന്നെ. അങ്ങനെ ഈ വ്രതം നോറ്റ ഓരോ ഭക്തജനങ്ങളും അറിയണം ഭഗവാൻ എന്തൊക്കെ ഐശ്വര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് തരാൻ പോകുന്നതെന്ന്. ഇതെല്ലാം ഒന്ന് അറിഞ്ഞു വരാം. അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നമുക്കറിയാം, കഴിഞ്ഞ 6 ദിവസമായി നമ്മൾ അനുഷ്ഠിച്ച സ്കന്ദഷഷ്ഠി വ്രതം ആത്മീയ സാധനയുടെയും കഠിന ഭക്തിയുടെയും പരമകോടിയിലെത്തി നിൽക്കുന്ന പുണ്യ സമയമാണിത്. ശൂരസംഹാരം, വിജയത്തിന്റെ വേൽ സാക്ഷാൽ മുരുക ഭഗവാൻ ധർമ്മ സംസ്ഥാപനത്തിനായി പ്രയോഗിച്ച ഈ ദിവസം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളെയും അസുരശക്തികളെയും ദൂരീകരിച്ചതിന്റെ സ്മരണ കൂടിയാണ്. ഈ വ്രതാനുഷ്ഠാനം പൂർത്തിയാവുമ്പോൾ ഭഗവാൻ നമുക്കായി കരുതി വെച്ചിട്ടുള്ള മഹത്തായ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾക്കൊന്ന് ഓർത്തെടുക്കാം. അതുപോലെ തന്നെ ഷഷ്ഠി വ്രതം അവസാനിപ്പിക്കേണ്ട ശരിയായ സമയം ഏതാണ്? ഷഷ്ഠി തിഥി അവസാനിക്കുന്നതിനോട് കൂടിയാണ് വ്രതം പൂർണ്ണമാവുന്നത്. തിരുക്കല്യാണത്തിന്റെ പുണ്യം നേടുന്നതിനായി ക്ഷേത്ര ആചാരങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഷഷ്ഠി തിഥി അവസാനിക്കുന്ന സമയം ഞാനൊന്ന് പറയാം. ഒക്ടോബർ 28 ചൊവ്വാഴ്ച അതിരാവിലെ ഏകദേശം 7:59. അതായത് നമ്മുടെ പ്രാദേശിക പഞ്ചാംഗം അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. എന്നാലും ഏകദേശം ഒരു 7:59 നാളെ വ്രതം അവസാനിക്കുന്നത്. വ്രതസമാപനം, അതായത് പാരണ വീടേണ്ട സമയം നാളെ ഒക്ടോബർ 28 ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് ശേഷം, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പൂജകൾക്ക് ശേഷമുള്ള ലഘുഭക്ഷണം, ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം കഴിച്ചിട്ട്, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും നമുക്ക് കുറച്ച് തുളസി തീർത്ഥം സേവിച്ച് പാലും പഴങ്ങളും ഒക്കെ കഴിച്ചിട്ട് നമ്മൾക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. 6 ദിവസം പൂർണ്ണ ഉപവാസം എടുത്തവർ പെട്ടെന്ന് ധാരാളം ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കണം കേട്ടോ. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഭഗവാന് നിവേദിച്ച ലഘുവായ പ്രസാദം കഴിച്ചിട്ട് പൂർണ്ണ ഉപവാസം എടുത്തവർക്ക് ഭക്തിയോടുകൂടി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ശൂരസംഹാരത്തിന്റെ അടുത്ത ദിവസം, അതായത് ഒക്ടോബർ 28 ചൊവ്വാഴ്ച ഭഗവാൻ മുരുകൻ ദേവസേനയെ, വള്ളിയെയും എന്ന് ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് കേട്ടോ, വിവാഹം ചെയ്യുന്ന തിരുക്കല്യാണ മഹോത്സവമാണ്. ഈ ചടങ്ങ് കേവലം ഒരു വിവാഹം മാത്രമല്ല കേട്ടോ, വിജയത്തിന് ശേഷം ജീവിതത്തിൽ കൈവരുന്ന ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമാണ് ഭഗവാന്റെ തിരുക്കല്യാണം എന്ന് പറയുന്നത്. ഈ ദിവസം ക്ഷേത്രങ്ങളിൽ നടക്കുന്ന മുരുകൻ ദേവസേന തിരുക്കല്യാണം ദർശിക്കുന്നത് ദാമ്പത്യ സൗഖ്യത്തിനും കുടുംബ ബന്ധങ്ങൾ സുദൃഢമാകാനും അത്യുത്തമമാണ്. അതായത് കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും കലഹങ്ങളൊക്കെ ഉണ്ട്, അല്ലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ട്, അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട് എന്നുള്ളിടത്ത് ഭഗവാന്റെ ഈ തിരുക്കല്യാണം ഒന്ന് ദർശിച്ചാൽ, നാളെ ക്ഷേത്രത്തിൽ പോയി ഒന്ന് ദർശിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള മാറ്റങ്ങൾ കാണുന്നതാണ്. ഇനി സ്കന്ദഷഷ്ഠി വ്രതം നൽകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ 6 ദിവസത്തെ കഠിന വ്രതത്തിലൂടെ ഭഗവാൻ മുരുകൻ നമ്മൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് വാക്കുകളാൽ പറയാൻ പറ്റില്ല, അതിലും അളവറ്റതാണ്. ഇതിനെക്കുറിച്ചാണ് ഭക്തർ ഏറ്റവും കൂടുതൽ തിരയുന്ന ഈ ഒരു സമയത്ത്. ഇത്രയും കഠിനമായ ഒരു വ്രതം നോറ്റ് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഭഗവാന്റെ മുൻപിൽ സങ്കല്പമായി സമർപ്പിച്ച ആഗ്രഹങ്ങളൊക്കെയും ഭഗവാൻ കൂട്ടിച്ചേർത്ത് തരുമോ എന്നൊരു സംശയവും ആരുടെ മനസ്സിലും വേണ്ട. നിങ്ങൾ എന്താഗ്രഹിച്ച് ഭഗവാന്റെ മുൻപിൽ സങ്കല്പം സമർപ്പിച്ച് ഈ വ്രതം നോൽക്കുന്നുവോ, തീർച്ചയായും ഈ ഷഷ്ഠി വ്രതം പൂർത്തിയാവുന്നതോടുകൂടി നാളെ സന്തോഷത്തോടുകൂടി ഭഗവാന്റെ തിരുക്കല്യാണവും കൂടി നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ മുൻപിലുള്ള ദിവസങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തരുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫലമായി പുരാണങ്ങൾ പറയുന്നത് സൽസന്താന ലബ്ധിയാണ്. അതായത് സന്താനങ്ങളെ ചൊല്ലി ഒരുപാട് അച്ഛനമ്മമാരിങ്ങനെ വിഷമിക്കുമ്പോൾ സന്താനങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്ന ധാരാളം മനസ്സുകളുണ്ട്. നമ്മൾക്കറിയാം, മുരുകൻ ജനിച്ചത് ഷഷ്ഠി തിഥിയിലാണ്.
അതുകൊണ്ട് തന്നെ സന്താന ഭാഗ്യമില്ലാത്തവർക്ക്, അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ മനോവിഷമം അനുഭവിക്കുന്ന അച്ഛനമ്മമാർക്കും ഈ വ്രതം, അതായത് ഈ സ്കന്ദഷഷ്ഠി വ്രത പൂർത്തീകരണം എന്നത് വളരെയധികം ഉത്തമമായ കാര്യമാണ്. നമുക്കറിയാം, പാർവതി ദേവി മുരുകനെ കാണാതെ വിഷമിച്ച് 108 ഷഷ്ഠിവ്രതം എടുത്ത് ഭഗവാനെ വീണ്ടും പ്രത്യക്ഷപ്പെടുത്തുന്ന ആ ഒരു കഥ നമ്മൾക്കറിയാം. ഭഗവാൻ സർപ്പരൂപം പൂണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പാർവതി ദേവി, അമ്മയായ പാർവതി ദേവി, നിങ്ങൾ ആലോചിക്കണം, 108 ഷഷ്ഠിവ്രതം എടുത്തിട്ടാണ് ദേവിക്ക് സ്വന്തം മകനെ ആ ഒരു തിരുസ്വരൂപത്തിൽ തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അമ്മമാരോട് പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് ഷഷ്ഠിവ്രതമൊക്കെ നോക്കുന്നുണ്ടാവും, എന്നാലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ ഷഷ്ഠിവ്രതങ്ങളും എടുത്തോളൂ. തീർച്ചയായിട്ടും ദേവിക്ക് പോലും അത്രയും വ്രതം നോറ്റിട്ടാണ് ഭഗവാനെ ആ ഒരു പൂർണ്ണ രൂപത്തിൽ തിരിച്ച് കയ്യിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എടുക്കാൻ കഴിയുന്ന അത്രയും ഷഷ്ഠിവ്രതങ്ങൾ എടുത്തോളൂ. തീർച്ചയായിട്ടും മക്കളെ ചൊല്ലിയുള്ള ദുഃഖങ്ങളൊക്കെ ഉറപ്പായിട്ടും മാറി കിട്ടുന്നതാണ്. ഇനി രോഗശാന്തിയും ശത്രുനാശവും ഈ ഷഷ്ഠിവ്രതം നോൽക്കുന്നതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ഭഗവാൻ ശൂരപത്മാസുരനെ നിഗ്രഹിച്ച് ലോകത്തിന് ശാന്തി നൽകിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ തീരാവ്യാധികൾ, അതുപോലെ ദുരിതങ്ങൾ, ഭയങ്ങൾ എന്നിവയ്ക്കെല്ലാം ഉത്തമമാണ് ഓരോ ഷഷ്ഠിവ്രതങ്ങളും. അതുകൊണ്ട് തന്നെ ഒരു ദിവ്യ ഔഷധം തന്നെയാണ് ഷഷ്ഠിവ്രതം എന്ന് നമ്മൾക്ക് പറയാം. ഈ ഒരു ഷഷ്ഠിവ്രതം, തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠിവ്രതം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തുടർന്ന് വരുന്ന മാസങ്ങളിലും നിങ്ങളെല്ലാവരും തന്നെ ഷഷ്ഠിവ്രതം നോൽക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നീചഭൂത പ്രേത ബാധകൾ അകലാനും സർപ്പദോഷം പോലെയുള്ള ദോഷശാന്തിക്കും ഈ വ്രതം അത്യുത്തമമാണ്. അതുപോലെ മനസ്സിലെ ശത്രുതകളും പ്രതിബന്ധങ്ങളും ഇല്ലാതായി ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ശക്തി പ്രദാനം ചെയ്യുന്നത് കൂടിയാണ് അതിവിശിഷ്ടമായ ഓരോ ഷഷ്ഠിവ്രതങ്ങളും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദാമ്പത്യ സൗഖ്യവും ഐശ്വര്യവും വളരെ പ്രധാനമാണ് ഈ ഷഷ്ഠിവ്രതത്തിലൂടെ നമ്മളുടെ ജീവിതത്തിൽ ചേരുന്നത്. ഒരുപാട് പേര് നമ്മൾ അമ്മമാർ മക്കൾക്ക് വേണ്ടി എടുക്കുന്ന വ്രതമാണ് എന്ന് പറയുന്നത് കൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഭർത്താവിന് വേണ്ടി എടുക്കേണ്ട വ്രതം എന്താണ്, അല്ലെ ദാമ്പത്യ സൗഖ്യത്തിന് വേണ്ടി എടുക്കേണ്ട വ്രതം എന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കിക്കോളൂ, സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ ഷഷ്ഠിവ്രതം, ഓരോ ഷഷ്ഠിവ്രതങ്ങളും നോറ്റാൽ തീർച്ചയായിട്ടും ദാമ്പത്യ സൗഖ്യം നൽകുന്നത് തന്നെയാണ് ഓരോ ഷഷ്ഠിവ്രതങ്ങളും. നമ്മൾ പറഞ്ഞു, തിരുക്കല്യാണം നടക്കുന്നത് വ്രതത്തിന് ശേഷമാണ്, അതായത് ഷഷ്ഠിവ്രതത്തിന് ശേഷം വരുന്നതാണ് ഭഗവാന്റെ തിരുക്കല്യാണം. അതിനാൽ ഈ വ്രതം ദാമ്പത്യ ക്ലേശങ്ങൾ മാറ്റാനും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹവും ഐക്യവും വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ്. ഇനി വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് ഇഷ്ടഭാര്യയോ ഭർത്താവിനെയോ കിട്ടാൻ വേണ്ടിയിട്ടും സ്കന്ദഷഷ്ഠി വ്രതം വളരെ വിശേഷമാണ്. ഈ ഒരു സമയത്താണ് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, വിവാഹം കഴിക്കാത്തവർക്ക് ഷഷ്ഠിവ്രതം എടുക്കാമോ എന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ഒരു വിവാഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും ആ ആളെ കൂട്ടിച്ചേർത്ത് തരുന്നതായിരിക്കും ഈ ഒരു ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ. പൊതുവെ കുടുംബ സൗഖ്യം, ജീവിത സൗഭാഗ്യം, മഹാസൗഭാഗ്യം, ഉത്തിഷ്ട കാര്യസിദ്ധി എന്നിവയെല്ലാം നമ്മൾക്ക് ഭഗവാൻ അറിഞ്ഞ് അനുഗ്രഹിച്ചു തരുന്നതാണ് ഷഷ്ഠിവ്രതം എന്ന് പറയുന്നത്. ഭഗവാന്റെ ഒരു പ്രസാദമായിട്ട് തന്നെ ഭഗവാൻ നമ്മളുടെ കൈവെള്ളയിൽ വെച്ച് ഈ അനുഗ്രഹങ്ങളെല്ലാം തരും. ഇനി അവസാനമായി ഇന്ന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് രാത്രി വ്രതം പൂർത്തിയാക്കുന്നതിന് മുൻപ് ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് ലഭിക്കുന്നതിന് ഓം ശരവണഭവ എന്ന മൂലമന്ത്രം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത്രയും ദിവസം ചൊല്ലിയിട്ടുണ്ടാകും. എന്നാലും ആരെങ്കിലും ചൊല്ലാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും എല്ലാവരും തന്നെ ഒരു 108 തവണ ഭഗവാന്റെ ഓം ശരവണഭവ എന്ന മന്ത്രം മനസ്സിരുത്തി ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒന്ന് ചൊല്ലി നോക്കൂ. അത്രയും ഐശ്വര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ സ്കന്ദഷഷ്ഠി കവചം പാരായണം ചെയ്യാൻ കഴിയുന്നവരൊക്കെ ഭക്തിയോടുകൂടി അതും ഒന്ന് പാരായണം ചെയ്യൂ. ഇല്ലാച്ചാല് ഒന്ന് ശ്രവിക്കുകയെങ്കിലും ശ്രദ്ധിക്കുക കേട്ടോ. സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം, അതായത് നമ്മൾ സനിൽകുമാരായ വിദ്മഹി ഷഡാനനായ ധീമഹി ധന്നോ സ്കന്ദ പ്രചോദയാത്, ഇതും കഴിയുന്നത്ര തവണ എല്ലാ ദിവസവും ജപിക്കുന്നത് അത്യുത്തമമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ സംശയമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നാളെ തിരുക്കല്യാണത്തിന്റെ ദിവസവും ഒരിക്കലെടുക്കണോ, വ്രതം തുടരണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വ്രതം തുടരാൻ മനസ്ഥിതി ഉള്ളവരെല്ലാവരും തന്നെ വ്രതം തുടരാം. ഒരിക്കലെടുക്കണമെന്നും നിർബന്ധമില്ല. നാളെ നോൺ വെജ് ഒഴിവാക്കി നിർത്തിയാൽ മാത്രം മതിയാകും. അതിരാവിലെ നമ്മൾ പറഞ്ഞു ആ ഒരു 8 മണി സമയത്ത് നമ്മൾക്ക് വ്രതം മുറിക്കാവുന്നതാണ്. ഇനി ഭഗവാന്റെ തിരുക്കല്യാണ ചടങ്ങുകളെല്ലാം കൂടിയിട്ട് വൈകുന്നേരം വ്രതം മുറിക്കുന്നവരുമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സൗകര്യം അനുസരിച്ചും ഓരോ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളും വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് വ്രതം മുറിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അങ്ങനെ സ്കന്ദഷഷ്ഠി വ്രതം അതിൻ്റെ പൂർണ്ണതയിൽ എടുത്തു നിൽക്കുന്ന എല്ലാവർക്കും ഈ വ്രതത്തിൻ്റെ ശക്തിയും നാളത്തെ തിരുക്കല്യാണത്തിൻ്റെ ഐശ്വര്യവും നിങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി ഭഗവാൻ മുരുകൻ്റെ വേലും മയിലും നമ്മൾക്ക് എന്നും തുണയായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.